എന്റെ ആകാശം എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എന്റെ ആകാശം എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. അച്ഛാ, എന്താ അച്ഛാ തുടങ്ങണ്ടേ നമുക്ക്? എന്താ അച്ഛൻ വല്ലാതിരിക്കും? എല്ലാ മനുഷ്യർക്കും ഒന്നും ഒരുപോലെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ ബോണി? എന്തു പറ്റി അച്ഛന്? പറ്റിയത് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നത് ചിലപ്പോൾ പറഞ്ഞാൽ. അല്ല അച്ഛാ, എന്നാലും പറയച്ചാ. പറയാനല്ല, പാടാനാണ് തോന്നുന്നത്. പാടുന്നു. ഞാൻ ആരോടിതെല്ലാം പറയും, പാനപാത്രം ഇതാരൊപ്പം കുടിക്കും, പാവന സ്നേഹമേ മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ല ആരെയും ഒപ്പം. ഈ ആരാധന മാത്രമാശ്വാസം. ആരാധിച്ചിട്ടും ചിലപ്പോൾ ഉത്തരവില്ല, പിടച്ചിലും നീക്കലും എല്ലാം മാത്രം ബാക്കി. ഒന്നും ഒരു സന്തോഷം തോന്നുന്നില്ല ബോണി. അച്ഛാ, അച്ഛൻ അത്രയ്ക്കും സങ്കടപ്പെട്ടിരിക്കുകയാണോ? പുരമുകളിലെ പക്ഷി പോലെയും തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെയും വിജനപ്രദേശത്തെ മൂങ്ങയെപ്പോലെയും ശരിക്കും ഒറ്റപ്പെട്ടും ചുറ്റപ്പെട്ടും കഷ്ടപ്പെട്ടും പൊടിക്കപ്പെട്ടും ചതയ്ക്കപ്പെട്ടും കാറ്റിലൂതി പറപ്പിക്കപ്പെട്ടും ഇരിക്കുന്നു. ഷാജിച്ചാ, അച്ഛൻ ഞാൻ പറയണമെന്ന് കേൾക്ക്. റബോണി, അച്ഛാ, ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് പോകുമ്പോൾ ഈറ്റുനോവുണ്ട് അമ്മയ്ക്ക്. ഒരു വല്ലാത്തൊരു വേദനയിലൂടെ കടന്നു പോകുന്നുണ്ട് അമ്മ. അത് വളരെ തീവ്രമായ വേദനയാണല്ലോ അച്ഛാ. അന്നേരം ആരൊക്കെ ആശ്വസിപ്പിക്കാൻ വന്നാലും ചിലപ്പോൾ ആ ഒരു വേദനയ്ക്കൊരു ആശ്വാസം കിട്ടണമെന്നില്ല. പക്ഷേ അമ്മയ്ക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ വേദനയെല്ലാം മറക്കുന്നുണ്ട്. ഞാൻ ആരോടിതെല്ലാം പറയും, പാനപാത്രം നിന്നാരൊപ്പം കുടിക്കും, പാവന സ്നേഹമേ മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം. ഞാൻ ആരോടിതെല്ലാം പറയും,
പാനപാത്രം നിന്നാരൊപ്പം കുടിക്കും. പാവന സ്നേഹമേ, മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം. ഈശോ പറഞ്ഞ വചനം അത് എനിക്കറിയാം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അമ്മ വേദന മറക്കും. പക്ഷേ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മരണം മരണം പോലപമാനം പെയ്ത മണിക്കൂറിൽ പ്രിയരെല്ലാം തള്ളി പറഞ്ഞു എന്നെ. കൊല്ലപ്പെടാനുള്ള കുഞ്ഞാടിനെ പോലെ പരിഹാസമേറ്റങ്ങു നിന്നുപോയി ഞാൻ. ജീവിച്ചിരിപ്പുണ്ടോ എന്നു പോലും ഒന്ന് അന്വേഷിക്കാനായിട്ടാരുമില്ല. പാതാളത്തോളം ഞാൻ താഴുമ്പോഴും നാഥ, അവരെല്ലാം ഉയരാനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ആരോടിതെല്ലാം പറയും? ഷാജിച്ച, ശരിയായിരിക്കാം, എല്ലാവരും ഒറ്റപ്പെടുന്നുണ്ടാവാം. അച്ഛൻ പാടിയ വരികളിലെ പോലെ വേദന തീവ്രമായിരിക്കാം. പക്ഷെ ഞാനൊന്ന് പറയണമെന്ന് കേൾക്കച്ഛൻ. അച്ഛൻ്റെ വേദനയിലൂടെ, അച്ഛൻ അനുഭവിക്കുന്ന ഈ തീവ്രമായ നോവിലൂടെ എത്ര കുഞ്ഞുങ്ങൾ സൃഷ്ടിക്കപ്പെടണമെന്നറിയോ? കുഞ്ഞുങ്ങൾ ഉദ്ദേശിച്ചത് അച്ഛൻ്റെ വേദനയിലൂടെ രൂപപ്പെട്ട ഓരോ ശുശ്രൂഷകളും അച്ഛൻ്റെ ഓരോ രചനകളും സംഗീതവും കൊണ്ട് എത്ര പേര് ജീവൻ പ്രാപിച്ചിട്ടുണ്ട്. മരണം പോലപമാനം പെയ്ത മണിക്കൂറിൽ പ്രിയരെല്ലാം തള്ളി പറഞ്ഞുവെന്നെ. കൊല്ലപ്പെടാനുള്ള കുഞ്ഞാടിനെ പോലെ പരിഹാസമേറ്റങ്ങു നിന്നുപോയി ഞാൻ. ജീവിച്ചിരിപ്പുണ്ടോ എന്നു പോലും ഒന്ന് അന്വേഷിക്കാനായിട്ടാരുമില്ല. പാതാളത്തോളം ഞാൻ താഴുമ്പോഴും നാഥ, അവരെല്ലാം ഉയരാനായി പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന മാത്രമാശ്വാസം. ഞാൻ ആരോടിതെല്ലാം പറയും? പാനപാത്രം നിന്നാരൊപ്പം കുടിക്കും. പാദം കഴുകി നമസ്കരിച്ചോർ തന്നെ എന്നെ ചവിട്ടി കടന്നുപോയി. ഒരുമിച്ചൊരേ മേശയിൽ പങ്കുചേർന്നവർ ദൂരെ നിന്നൻ കണ്ണീരാഘോഷിച്ചു. നന്ദിയാൽ ഒരുപാട് സ്തുതി പാടിയോർ തന്നെ നിന്ദനം കൊണ്ടെൻ്റെ മനം തകർത്തു. നന്ദിയാൽ ഒരുപാട് സ്തുതി പാടിയോർ തന്നെ നിന്ദനം കൊണ്ടെൻ്റെ മനം തകർത്തു. നന്ദി അവർക്കും ഞാൻ നേരുന്നെൻ ദൈവമേ. നന്ദി ചൊല്ലുന്നെല്ലാം എല്ലാം ഓർത്ത്. നന്ദി അവർക്കും ഞാൻ നേരുന്നു ദൈവമേ. നന്ദി ചൊല്ലുന്നെല്ലാം എല്ലാം ഓർത്തു. ഈ ആരാധന മാത്രമാശ്വാസം. ഒരു ദൈവമുണ്ടെന്ന് ഒരു ചിന്ത ഇല്ലായിരുന്നെങ്കിൽ ഈ ശുശ്രൂഷയൊക്കെ പണ്ടേ നിർത്തി, പണ്ടേ കലപ്പയെ കൈവച്ചിട്ടാണേലും പിന്തിരിഞ്ഞു പോയേനെ.
ഒരു വിശ്വാസം ബാക്കി നിൽപ്പുണ്ട്. പക്ഷേ കണ്ണിൻ്റെ മുമ്പിൽ പടച്ചിലും ഭാരവും മാത്രം. ആരുടെയെങ്കിലുമൊക്കെ മനസ്സിനെ നമ്മുടെ ശുശ്രൂഷകളോ പാട്ടോ പ്രസംഗമോ ജീവിതമോ തൊടണം. പക്ഷേ ചിലപ്പം ഇല്ലച്ച, മരണമാണ് ബെസ്റ്റ്. മരണത്തെ പോലെ അസ്വസ്ഥമാകുന്ന രോഗം, നിരാശ, കിട്ടാത്ത അംഗീകാരങ്ങൾ, ആരും മനസ്സിലാക്കാത്ത അവസ്ഥ, ചുറ്റുപാടും സേവനങ്ങൾ സ്വീകരിച്ചവർ കല്ലുപോലെ നിലകൊള്ളുക, കേട്ടിട്ടും കേൾക്കാത്ത ഹൃദയങ്ങൾ, എല്ലാവരോടും അലിവ് കാണിച്ചിട്ട് എന്നോട് മാത്രമെന്തേ ഈ എൻ്റെ അപ്പന് അലിവില്ല, അമ്മയ്ക്ക് അലിവില്ല, ഭർത്താവിന് അലിവില്ല, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ, കർത്തൃസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തിട്ടും ഒരു ഉയർച്ചയില്ലായ്മ, അങ്ങനെയൊക്കെ പെടയാറുണ്ടെന്ന് പറയുമായിരുന്നു. ഏതായാലും എല്ലാം ചെതറി. ബോണി അതൊക്കെ അവിടെ ഇരിക്കട്ടെ ബോണി, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. വേസ്റ്റ് ഇതിങ്ങനെ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഈ അതെടുത്ത് ഇവിടെ പൊക്കി വെക്കല്ലേ എൻ്റെ ബോണി. അവിടെ ഇല്ലച്ചാ, താഴ്ത്ത് വെക്ക് ബോണി. എല്ലാം ചുരുട്ടിയിട്ടതാ. ആയിക്കോട്ടെ, തുറക്കല്ലേ ബോണി, അതെല്ലാം അഴുക്കും. ബോണി അത് തിരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കലാപരിപാടിയൊന്നുമില്ല, തിരിച്ചെടുക്കണ്ട. അതെടുത്ത് കളഞ്ഞാൽ മതി. ഞാനിട്ടതൊക്കെ ബോണി അത് തിരിച്ചിട്ടതല്ല, ഇടില്ലച്ചാ, ബോണി തിരിച്ചിടല്ലേ, അതെന്നാ അച്ഛനിടല്ലേ. ഞാനിന്ന് ബോണി അനുസരിക്കുന്നു. അച്ഛൻ വേദനയോടെ നിരാശയോടെ എല്ലാം എറിഞ്ഞു കളഞ്ഞു. വേസ്റ്റ്, ജീവിതം വേസ്റ്റ് അല്ല. എന്നാ ഒരു ശിശു പിറക്കുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ, ഒരു വേദനയിൽ നിന്ന് ഒരു ശിശു പിറക്കുന്നു. അച്ഛൻ പറയുന്നു. അപ്പോൾ കരയാൻ ആർക്കും നിത്യമായി അവകാശമില്ല. ഏത് അഗാധ കുഴിയിൽ കിടക്കുമ്പോഴും ജീവിതം തീർന്നുവെന്ന് പറയാനും അവകാശമില്ല. ഈ ആരാധന മാത്രമാശ്വാസം. ഞാനാരോടിതെല്ലാം പറയും, പാനപാത്രം നിന്നാരൊപ്പം കുടിക്കും. പാവന സ്നേഹമേ, മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം. ഞാനാരോടിതെല്ലാം പറയും, പാനപാത്രം നിന്നാരൊപ്പം കുടിക്കും. പാവന
സ്നേഹമേ മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം. മരണം പോലപമാനം പെയ്ത മണിക്കൂറിൽ പ്രിയരെല്ലാം തള്ളിപ്പറഞ്ഞുവെന്നെ. കൊല്ലപ്പെടാനുള്ള കുഞ്ഞാടിനെ പോലെ പരിഹാസമേറ്റങ്ങു നിന്നുപോയി ഞാൻ. ജീവിച്ചിരിപ്പുണ്ടോ എന്നു പോലുമൊന്ന് അന്വേഷിക്കാനായിട്ടാരുമില്ല. പാതാളത്തോളം ഞാൻ താഴുമ്പോഴും നാഥ അവരെല്ലാം ഉയരാനായി പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന മാത്രമാശ്വാസം. ഞാൻ ആരോടിതെല്ലാം പറയും? പാനപാത്രം നിന്നാരൊപ്പം കുടിക്കും? പാദം കഴുകി നമസ്കരിച്ചോർ തന്നെ എന്നെ ചവിട്ടി കടന്നുപോയി. ഒരുമിച്ചൊരേ മേശയിൽ പങ്കുചേർന്നവർ ദൂരെ നിന്നെൻ കണ്ണീരാഘോഷിച്ചു. നന്ദിയാലൊരു പാടുസ്തുതി പാടിയോർ തന്നെ നിന്ദനം കൊണ്ടെൻ്റെ മനം തകർത്തു. നന്മയവർക്കും ഞാൻ നേരുന്നെൻ ദൈവമേ, നന്ദി ചൊല്ലുന്നെല്ലാം ഓർത്ത്. ഞാൻ ആരോടിതെല്ലാം പറയും? പാനപാത്രം നിന്നാരൊപ്പം കുടിക്കും? പാവന സ്നേഹമേ മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം. ഞാൻ ആരോടിതെല്ലാം പറയും? പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും?